എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള കീം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. അപ്പോൾ 2024 ജൂൺ 1 മുതൽ 9 തീയതി വരെയുള്ള വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു പരീക്ഷ നടത്തുക. ദുബായ്, മുംബൈ, ഡൽഹി എന്നീ പരീക്ഷാ കേന്ദ്രങ്ങളിലും ഈ ഒരു തീയതികളിലായിട്ടാണ് നിലവിൽ ഈ ഒരു പരീക്ഷാ തീയതി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷൻ നാളെയോ അതായത് ഇന്നോ നാളെയോ ആരംഭിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ വെബ്സൈറ്റിൽ ലിങ്കുകൾ വന്നിട്ടില്ല. ce.kerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്, അതായത് ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. എന്തെങ്കിലും റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ ആ ഒരു റിസർവേഷൻ ഡോക്യുമെൻ്റൊക്കെ ഉടൻ തന്നെ തയ്യാറാക്കേണ്ടതാണ്. അതായത് EWS, അതുപോലെ തന്നെ നോൺ ക്രിമിലിയർ, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ റിസർവേഷന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഉണ്ടോ ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ ഇപ്പോഴേ തയ്യാറാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അപേക്ഷ നൽകുന്ന സമയത്ത് അപ്ലോഡ് ചെയ്ത് നൽകേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ പ്രവേശന പരീക്ഷയ്ക്ക് പുറമെ നിങ്ങൾക്ക് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാറ്റ ക്വാളിഫൈ ചെയ്യണം. അതായത് നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഫോർ ആർക്കിടെക്ചർ എക്സാം ആണ്. അപ്പോൾ നിലവിൽ നാറ്റ വെബ്സൈറ്റിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ, അതായത് MBBS, അതുപോലെ BDS, അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, ആയുർവേദ, ഹോമിയോ പോലുള്ള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് നീറ്റ് എലിജിബിലിറ്റി നേടിയിരിക്കണം. നിലവിൽ നിങ്ങൾ നീറ്റിൻ്റെ അപേക്ഷ നൽകിയിട്ടുണ്ടാകും. ഓൾറെഡി നീറ്റിൻ്റെ അപേക്ഷ അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കീം വഴി എഞ്ചിനീയറിംഗ് അതുപോലെ ഫാർമസി കോഴ്സുകളിലേക്കാണ് പ്രവേശനം ലഭിക്കുക. +2-ൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന അതായത് മാർക്കാണ് പരിഗണിക്കുക. +1-ൽ ലഭിച്ച മാർക്ക് പരിഗണിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു പരീക്ഷ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു എഞ്ചിനീയറിംഗ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് 3 വിഷയങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതായത് ഫിസിക്സിൽ നിന്നും, കെമിസ്ട്രിയിൽ നിന്നും, അതുപോലെ മാത്സിൽ നിന്നും. ഫാർമസി കോഴ്സിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയിൽ നിന്ന് മാത്രമായുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഏതെങ്കിലും കോളേജുകളിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എക്സാം ഉണ്ടാവുക. കാരണം കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ടാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ അതുപോലെ തന്നെ ജൂൺ 1 മുതൽ 9 വരെ തീയതികളിലായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻസുകളും നിങ്ങൾ നൽകണം. അതുപോലെ തന്നെ +2-ൻ്റെ രജിസ്റ്റർ നമ്പറാണ് നൽകേണ്ടത്. അപ്പോൾ +2-ൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് നിങ്ങൾ ആ ഒരു രജിസ്റ്റർ നമ്പർ നൽകിയാൽ മതി. അതിനുശേഷം ഈ ഒരു എക്സാമിൽ നിങ്ങൾക്ക് എലിജിബിൾ ആവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇതിൻ്റെ റിസൾട്ട് വന്ന ശേഷം +2 മാർക്ക് പിന്നീട് അത് റിസൾട്ട് വന്ന ശേഷം മാത്രമേ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നോ നാളെയോ ആയിട്ട് ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.